നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെറ്റുതിരുത്തിയാൽ ആർക്കും പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശന്റെ അജണ്ടയാണ് വിഴിഞ്ഞത്ത് നടന്നതെന്നും ഗോവിന്ദൻ. തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സ് സമരത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് തൃശൂർ അതിരൂപത. പള്ളികളിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. നഴ്സുമാർ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്ന് മാർട്ടോണി നീലങ്കാവിൽ. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ 108ാം ജന്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കേരളത്തിന്റെ വികസനത്തിന് കരുണാകരൻ നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുന്നതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവച്ച പഴകിയ ഇറച്ചി പിടികൂടി. ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പുഴുവരിച്ച നിലയിൽ 10 കിലോയോളം ഇറച്ചി പിടിച്ചെടുത്തു. പരാഗ്വയെ തകർത്ത് ഫ്രാൻസ് ക്വാർട്ടറിൽ. പെനാൽറ്റി ഗോളാക്കി എംബാപ്പെ. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിന് എതിരാളികൾ മൊറോക്കോ. വാർത്തകൾ വിശദമായി. തെറ്റുതിരുത്തിയാൽ ആർക്കും പാർട്ടിയിലേക്ക് തിരിച്ചുവരാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. സുധാകരനും ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പാർട്ടിയെ വഞ്ചിച്ചു പോയവരാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സുധാകരനായാലും ഈ പറയുന്ന TK ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞികൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിലയിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തിയായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയായി തുടരും. പാർട്ടിയുടെ ഭാഗമായല്ല MV ജയരാജൻ സംസാരിച്ചതെന്ന് ജയരാജന്റെ പ്രതികരണം സംബന്ധിച്ച് MV ഗോവിന്ദൻ പ്രതികരിച്ചു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പാർട്ടി സ്വയം വിമർശനം നേരത്തെ നടത്തിയതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളിതെല്ലാം സ്വയം വിമർശനപരമായിട്ട് കണ്ടത് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും അവിടെയും ഇവിടെയെല്ലാം ഓരോ ചാനലിലായിട്ട് സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. അത് ഞാനതാ പറഞ്ഞത്. ഞങ്ങളിത് പറഞ്ഞാണിതല്ലെന്ന്. പിന്നെ ആദ്യം പറഞ്ഞത് പ്രശ്നം. VD സതീശന്റെ അജണ്ടയാണ് വിഴിഞ്ഞത്ത് നടപ്പാക്കുന്നതെന്ന് ഗോവിന്ദൻ ആരോപിച്ചു. അദാനി MSC കമ്പനിയുമായി വലിയ ഡീൽ ഉണ്ടാക്കി. വിഴിഞ്ഞം കരാറിലൂടെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നതെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പദവി CPMന് അർഹതപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. TCV തൃശൂർ. തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെയും ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സ് സമരത്തിനെതിരെയും പ്രതിഷേധം കടുപ്പിച്ച് തൃശൂർ അതിരൂപത. രൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. വലക്കാവ് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന അതിരൂപത പ്രതിഷേധ ദിനാചരണം സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. സഭയെയും സഭാ സ്ഥാപനങ്ങളെയും തകർക്കുന്ന രീതിയിലുള്ള സമരമുറകൾ പ്രതിഷേധങ്ങൾക്കിടയാക്കിയെന്നും തെറ്റുപറ്റിയവർ അത് മനസ്സിലാക്കി തിരികെ വരണമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകൾക്കനുസൃതമായി പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. വികാരി ഫാദർ ബെന്നി കിടങ്ങൻ അധ്യക്ഷത വഹിച്ചു. ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ, പുത്തൂർ ഫൊറോന കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുകാടൻ, പുത്തൂർ ഫൊറോന കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ബേബി നിരപ്പേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ UN എന്ന സംഘടനയുടെ ജൂബിലിയിലെയും അമലയിലെയും പ്രസിഡന്റുമാര് അവരെ എഴുതി തന്ന റിക്വസ്റ്റ് പ്രകാരം നമ്മൾ പോയതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ ലെറ്റർ പാഡിൽ എഴുതി പോയിട്ട് അവരെന്നിട്ട് ഈ ചർച്ച നടക്കുന്ന സമയത്ത് അവിടെ വലിയൊരു 100-300 പേര് സമരത്തിനുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ 108ാം ജന്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പൂങ്കുന്നം മുരളി മന്ദിരത്തിലെ സ്മൃതി കുടീരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് DCC ഓഫീസിൽ അനുസ്മരണ യോഗവും നടന്നു. കേരളത്തിന്റെ വികസനത്തിന് കരുണാകരൻ നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുന്നതാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങൾക്ക് നാം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കരുണാകരന്റെ ഓർമ്മകൾ കൂടുതൽ കരുത്ത് പകരുന്നതാണ്. ഗ്രൂപ്പുകളുണ്ടായിട്ടും അക്കാലത്ത് അതിനതീതമായി പൊതുകാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി പാർട്ടിക്കുള്ളിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു കരുണാകരനെന്നും സുധീരൻ അനുസ്മരിച്ചു. കേരളം കണ്ട, ഇന്ത്യ കണ്ട സാമ്പത്തിക രംഗത്തെ, വികസന രംഗത്തെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു കരുണാകരൻ ഫോർമുല. നെടുമ്പാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം വിജയകരമായി
പ്രാവർത്തികമാക്കാൻ സാധിച്ചു. ഇന്ന് എണ്ണപ്പെട്ട വിമാനത്താവളമായി നെടുമ്പാശ്ശേരി മാറിയിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. അതിന് കേരളം നാം നന്ദി പറയേണ്ടത്, കടപ്പാടുകൂടി ഓർക്കേണ്ടത് പ്രിയപ്പെട്ട ലീഡർ കരുണാകരനെയാണ്. ഇന്ത്യക്കൊട്ടാകെ വികസന രംഗത്ത് പുതിയൊരു കാഴ്ചപ്പാട് നൽകിക്കൊണ്ട് മുന്നോട്ട് പോയ പ്രിയപ്പെട്ട കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ നാമധേയം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് നൽകുക എന്നുള്ളത് തികച്ചും ന്യായമായ ഒരാവശ്യമാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. MLA രാജൻ ജെ പല്ലൻ, മേയർ ഡോക്ടർ നെജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, DCC വൈസ് പ്രസിഡന്റ് IP പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പഴകിയ ഇറച്ചി പിടികൂടി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പുഴുവരിച്ച നിലയിൽ 10 കിലോയോളം ബീഫ് പിടിച്ചെടുത്തത്. മൂത്തകുന്നം സ്വദേശി വിൻസെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. പിടികൂടിയ ഇറച്ചി ആരോഗ്യ വിഭാഗം നശിപ്പിച്ചു. സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 നടത്താറുള്ള ചിങ്ങ മഹോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാർനാട്ട്, ജയപ്രകാശ് ഗുരുവായൂർ, KK വേലായുധൻ, K അരവിന്ദാക്ഷമേനോൻ, ശ്രീകുമാർ P നായർ തുടങ്ങിയവർ സംസാരിച്ചു. 501 പേരടങ്ങുന്ന സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ഓഗസ്റ്റ് 17 ചിങ്ങ മഹോത്സവം. വാഹനം വീടാക്കി 1 മാസം ഇന്ത്യ ചുറ്റിക്കണ്ട കുടുംബത്തെ അവണിശ്ശേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. പെരിഞ്ചേരി പാറമേൽ കുടുംബമാണ് സ്വന്തം ഇന്നോവ കാറിൽ 29 ദിവസം യാത്ര ചെയ്ത് ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളും നഗരങ്ങളും കണ്ടുപഠിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനമായത്. മെയ് 25 ആരംഭിച്ച യാത്ര ജൂൺ 22 രാത്രിയാണ് ഇവർ പൂർത്തിയാക്കിയത്. വാർഡ് മെമ്പർ റൂബി ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുകന്യ ജിനീഷ്, അവണിശ്ശേരി പഞ്ചായത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ പെരിഞ്ചേരി എന്നിവർ ആദരവിന് നേതൃത്വം നൽകി. കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് KG മന്മഥൻ അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ MLA, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, P കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ചും മീൻ പിടിച്ചും യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതത്തിനെതിരെ നാട്ടുകാർ സംഘടിപ്പിച്ച സമരമാണ് ശ്രദ്ധേയമായത്. കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചത്. കുഴിയെടുത്ത ഭാഗം പിന്നീട് മൂടിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ കുഴിച്ച ഭാഗം തോടിന് സമാനമായി മാറുകയും റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇതിനിടെ പൈപ്പ് പൊട്ടി ശുദ്ധജലവും പാഴാകുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് കുളമായി മാറിയതോടെ ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ, പ്രായമായവർ ഉൾപ്പെടെ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. വാഹനങ്ങൾ അപകട ഭീഷണിയിലൂടെയാണ് കടന്നുപോകുന്നത്. കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ്. അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് റോഡിലെ വെള്ളക്കെട്ട് തന്നെ പ്രതിഷേധവേദിയാക്കി യുവാക്കൾ വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചത്. വെള്ളക്കെട്ടിൽ കുളിച്ചും ചെറിയ വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചുമാണ് പ്രതിഷേധിച്ചത്. നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി PK ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ മഴക്കാലത്ത് കുഴികൾ ഉണ്ടാവും. പക്ഷെ ഇത് മഴക്കാലത്തുണ്ടായ കുഴികളല്ല, വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരന്റെ അനാസ്ഥ മൂലം ഒരു കൊല്ലമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സമരങ്ങൾ നമ്മൾ ചെയ്ത് എന്നിട്ടും ഇന്നേ വരെ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഇതിലെ തന്നെ ഏകദേശം ഒരു 50-ൽ മേലെ സ്കൂൾ വണ്ടികളും അതുപോലെ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും യാത്ര ചെയ്യുന്നത്. ഒരു റോഡിന്റെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരാറുകാരന്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഗുരുതരമായ അനാസ്ഥയാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അടിയന്തരമായി റോഡ് ഗതാഗതയോഗ്യമാക്കുകയും പൈപ്പ് ചോർച്ച പരിഹരിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. PM നജ്മുദ്ദീൻ, TU അഹമ്മദ്, PM അസ്ലം,
കെ ഷക്കീർ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. TCV കയ്പമംഗലം. ബേപ്പൂരിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനത്തിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ UKG കുരുന്നുകൾ ഒരുക്കിയ അഭിനയം സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി. ബഷീറിന്റെയും പാത്തുമ്മയുടെയും വേഷമണിഞ്ഞായിരുന്നു ദൃശ്യാവിഷ്കാരം. പാത്തുമ്മ ആടുകൾക്ക് വെള്ളം കൊടുത്തുവോ എന്ന ബഷീറിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് ആ വെള്ളമൊക്കെ കൊടുത്തു എന്ന പാത്തുമ്മയുടെ തമാശ കലർന്ന മറുപടിയും ഉൾപ്പെടുത്തിയുള്ള സ്വാഭാവിക അഭിനയമാണ് ഇരുവരും കാഴ്ചവെച്ചത്. കുട്ടികളുടെ സംഭാഷണ ശൈലിയും ഭാവങ്ങളും അക്ഷരാർത്ഥത്തിൽ ബഷീറിനെ ഓർമ്മിപ്പിച്ചു. വീഡിയോ ക്ലാസ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടെ സോഷ്യൽ മീഡിയയിലും നിമിഷങ്ങൾക്കകം വൈറലായി. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുള്ളോളെ പങ്കിറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്. കാവ്യശിഖയുടെ ഇഷ്ടകവിതാ വിഭാഗം 500 തികഞ്ഞതിന്റെ ആഘോഷം തൃശൂരിൽ നടന്നു. പ്രൊഫസർ K. സച്ചിദാനന്ദൻ, PM നാരായണൻ, കവി ഡോക്ടർ C. രാവുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കാവ്യ ദൃശ്യാവിഷ്കരണങ്ങളും കാവ്യോത്സവവും നടന്നു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ഫിഫ ലോകകപ്പിലെ ആവേശകരമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പരാഗ്വയെ എതിരില്ലാത്ത 1 ഗോളിന് തകർത്ത് ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഫിലാഡൽഫിയ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ പെനാൽറ്റിയിലൂടെ നേടിയ ഏക ഗോളിലാണ് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് വിജയമുറപ്പിച്ചത്. ഈ ലോകകപ്പിലെ 7ാമത്തെയും ഇതുവരെയുള്ള ലോകകപ്പുകളിൽ വെച്ച് 19ാമത്തെയും ഗോളാണ് എംബാപ്പയുടേത്. റൗണ്ട് ഓഫ് 32-ൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ചെത്തിയ പരാഗ്വയെ കടുത്ത പ്രതിരോധ കോട്ട കെട്ടിയാണ് ഫ്രാൻസിനെ നേരിട്ടത്. ആദ്യ പകുതിയിൽ ഫ്രാൻസ് എന്നിട്ടും പരാഗ്വയുടെ പ്രതിരോധം ഭേദിക്കാൻ അവർക്ക് സാധിച്ചില്ല. പരാഗ്വെ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗില്ലിന്റെ മികച്ച പ്രകടനവും ഫ്രാൻസിന്റെ ഗോൾ ശ്രമങ്ങൾക്ക് തടസ്സമായി. ഇതോടെ ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു. എന്നാൽ 2ാം പകുതിയിൽ ഫ്രാൻസ് ആക്രമണം ശക്തമാക്കി. 70ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഡെസിറെ ഡൌയെ പരാഗ്വെ ബോക്സിൽ വീഴ്ത്തിയതിനാണ് ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചത്. ആദ്യം റഫറി പെനാൽറ്റി അനുവദിച്ചെങ്കിലും VAR പരിശോധനയ്ക്ക് ശേഷമാണ് അനുകൂല വിധി വന്നത്. കിക്കെടുത്ത നായകൻ കിലിയൻ എംബാപ്പെ പന്ത് കൃത്യമായി വലയിലെത്തിച്ചു. ഗോൾ വഴങ്ങിയതോടെ പരാഗ്വെ തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ഫ്രഞ്ച് പ്രതിരോധം മറികടക്കാനായില്ല. ടൂർണമെന്റിൽ ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ച് തങ്ങളുടെ അപരാജിത കുതിപ്പ് തുടരാൻ ഫ്രാൻസിന് ഈ വിജയത്തോടെ സാധിച്ചു. ക്വാർട്ടറിൽ മൊറോക്കോയാകും ഫ്രാൻസിന്റെ എതിരാളികൾ. കാനഡയെ 3-0 തകർത്താണ് മൊറോക്കോ ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. 2022 ഖത്തറിൽ നടന്ന ലോകകപ്പ് സെമി ഫൈനലിൽ ഫ്രാൻസും മൊറോക്കോയും ഏറ്റുമുട്ടിയിരുന്നു. അന്ന് 2-0 ഫ്രാൻസ് മൊറോക്കോയെ തോൽപ്പിച്ച് ഇടവേള. French Dairy Pistachio Kunafa Bar. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിൽ UNAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിനെതിരെ പഴുവിൽ ഫൊറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സെന്റ് ജൂഡ് ദേവാലയ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗത്തിൽ ഫൊറോന വികാരി ഫാദർ ജോബ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, പഴുവിൽ ഫൊറോന കൗൺസിൽ സെക്രട്ടറി ആന്റണി, ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അതിരൂപതയെ അവഹേളിക്കുന്ന നടപടികൾക്കെതിരെ ഗുരുവായൂർ സെന്റ് ആന്റണീസ് ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര വിഷയാവതരണം നടത്തി. പ്രതിനിധി യോഗം സെക്രട്ടറി ജിഷോ എസ് പുത്തൂർ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, ഏകോപന സമിതി സെക്രട്ടറി PI ലാസർ, സിസ്റ്റർ റോസ മരിയ, വിശ്വാസ പരിശീലന പ്രിൻസിപ്പൽ CA ജോഷി, ജോഷിമോൻ നീലങ്കാവിൽ, ജോസഫ് ജോർജ്, ജോയ് ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. കാലം മാറിയിട്ടും ആവേശം ഒട്ടും ചോരാതെ 1/4 നൂറ്റാണ്ടായി വോളിബോളിനോടുള്ള സ്നേഹം നെഞ്ചേറ്റി മുന്നേറുകയാണ് പെരിഞ്ഞനം RMVHS വോളിബോൾ ടീം.
എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8:30 വരെ പെരിഞ്ഞനം RMVHS സ്കൂൾ ഗ്രൗണ്ടാണ് ഇവരുടെ സംഗമവേദി. മഴയോ വെയിലോ തിരക്കേറിയ ജോലിയോ ഒന്നും ഇവരുടെ പതിവ് മുടക്കാറില്ല. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന അംഗങ്ങൾ വോളിബോൾ കളിച്ച ശേഷമാണ് ഓരോരുത്തരും തങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള 50ഓളം പേരാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളത്. നിലവിൽ ബിജീഷിന്റെ നേതൃത്വത്തിൽ 20ഓളം പേർ സ്ഥിരമായി കളിയിൽ പങ്കെടുക്കുന്നുണ്ട്. കളി മാത്രമല്ല, സാമൂഹിക ഉത്തരവാദിത്തങ്ങളും ഈ കൂട്ടായ്മ സജീവമാണ്. 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കളിയുടെ ആവേശം ഒട്ടും ചോരാതെ പുതിയ തലമുറയ്ക്കും പ്രചോദനമാകുകയാണ് RMVHS വോളിബോൾ ടീം. UNAയുടെയും സഭാവിരുദ്ധ ശക്തികളെയും അവഹേളനങ്ങൾ അവസാനിപ്പിക്കുക, ജൂബിലി അമല ആശുപത്രികളെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുത്തൂർ ഫൊറോന കൗൺസിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിൽ നടന്ന പ്രതിഷേധ ദിനാചരണം ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോക്ടർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ നിതിൻ മുരിങ്ങത്തേരി, ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ, ഫൊറോന കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, KCYM യൂണിറ്റ് പ്രസിഡന്റ് അമൽ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂരിന്റെ മുഖച്ഛായ മാറ്റിയ വികസന പ്രവർത്തനങ്ങളാണ് മണലൂർ മുൻ MLA ആയിരുന്ന മാധവേട്ടൻ നടപ്പാക്കിയതെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ അഭിപ്രായപ്പെട്ടു. മണലൂർ നിയോജക മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ സർവകക്ഷി അനുശോചന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ചെയർമാൻ KK ബാബു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായ CC ശ്രീകുമാർ, PG സുബിദാസ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, PS ജയൻ, NJ ലിയോ, സാംസൺ ചിരിയങ്ങണ്ടത്ത്, CJ സ്റ്റാൻലി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും അവഹേളിക്കുന്നതിനെതിരെയും UNAയുടെ ഗൂഢശ്രമങ്ങൾക്കെതിരെയും എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി യോഗം സെക്രട്ടറി വർഗീസ് കൈതാരത്ത്, ട്രസ്റ്റിമാരായ സൈമൺ വടക്കൂട്ട്, വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, ആൽബിൻ ആന്റോ എന്നിവർ സംസാരിച്ചു. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂണിയൻ അംഗങ്ങളുടെ SSLC, +2 പാസ്സായ മക്കൾക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. പ്രസിഡന്റ് ED രാജേഷ്, സെക്രട്ടറി TS സുധീഷ്, ട്രഷറർ A അനസ്ഗ, മറ്റംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ ജന്മദിനം കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. ഭാരവാഹികളായ സന്തോഷ് എറക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, ഷഹന നൌഷാദ്, AR ഫൈസൽ, ജസ്റ്റിൻ പാണേങ്ങാടൻ, CO അലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായ സമിതി അരിമ്പൂർ മേഖലാ സമ്മേളനം മണലൂർ ഏരിയ സെക്രട്ടറി KL ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VR സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച അംഗങ്ങളുടെ മക്കൾക്കുള്ള സമ്മാന വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് ലതീഷ് നാരായണൻ, ട്രഷറർ VL സെബി, KM ഗോപിദാസ്, VT ജോൺസൺ, KA ജോയ്, AK വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. VR സുകുമാരനെ പ്രസിഡന്റായും VT ജോൺസനെ സെക്രട്ടറിയായും VK വിൻസെന്റിനെ ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിലെ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ പെൺവായന എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകയായ ഡോക്ടർ പ്രമീള നന്ദകുമാർ ക്ലാസ് നയിച്ചു. തുടർന്ന് നടന്ന V സാംബശിവൻ അനുസ്മരണത്തിൽ G ശങ്കരക്കുറുപ്പിന്റെ ചന്ദനക്കട്ടിൽ എന്ന കവിതയുടെ കഥാപ്രസംഗ രൂപം CV രാജേശ്വരി അവതരിപ്പിച്ചു. വനിതാവേദി ചെയർപേഴ്സൺ സുമിത മുകുന്ദൻ, കൺവീനർ EK രാജലക്ഷ്മി, പാർവതി, K സുകുമാരൻ, സദാശിവൻ കുറുവത്ത്, PK അമ്മിണി എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KP സന്ദീപ്, സലീജ,
ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട്, പഞ്ചായത്ത് സെക്രട്ടറി OA ശോഭ എന്നിവർ പങ്കെടുത്തു. ലീഡർ K കരുണാകരന്റെ 108ാം ജന്മദിനം മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഇന്ദിരാഭവനിൽ നടന്ന ജന്മദിനാചരണം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ലീഡർ K കരുണാകരന്റെ ഭരണകാലത്ത് കൊണ്ടുവന്ന പദ്ധതികളും മാള പോലീസ് സ്റ്റേഷൻ, ആശുപത്രി ഉൾപ്പെടെയുള്ളവയും പുനരുദ്ധരിക്കുന്നത് സംബന്ധിച്ച ആവശ്യം വകുപ്പ് മന്ത്രിമാരുമായി സംസാരിക്കുമ്പോഴെല്ലാം ലീഡർ എന്ന വികാരത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി KK രവി നമ്പൂതിരി, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, സാനി ചക്കാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. K കരുണാകരന്റെ ചിത്രത്തിൽ മന്ത്രിയും നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. മുല്ലശ്ശേരി ഇടവക സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് അംഗം ഡെയ്സി ജോമോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി പ്രസിഡന്റ് ഫിൻഡോ ഫ്രാൻസിസ് അധ്യക്ഷനായിരുന്നു. പ്ലാറ്റിനം ജൂബിലി ജനറൽ കൺവീനർ ഷൈൻ റാഫേൽ, ക്യാമ്പ് കോർഡിനേറ്റർ ബിജോഷ്, വൈസ് പ്രസിഡന്റ് ഷാജൻ ജോർജ് എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ മഴക്കാല രോഗപ്രതിരോധ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK ഹബീബ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനീത കബീർ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മണികണ്ഠൻ മഞ്ചറമ്പത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ NK വിമല, സലീർ കാര്യാട്ട്, EV പ്രവീഷ്, ഡെയ്സി ജോമോൻ, ശോഭന മുരളി, പഞ്ചായത്ത് അംഗം ലക്ഷ്മി മഹേഷ് എന്നിവർ സംസാരിച്ചു. വാടാനി ജലാശയത്തിൽ ഹരിജൻ ഗിരിജൻ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘത്തിന്റെ ബോട്ട് തകർത്ത് ജലാശയത്തിൽ തള്ളുകയും വഞ്ചി നശിപ്പിച്ച് മുക്കുകയും ചെയ്ത സംഭവത്തിന് 4 യുവാക്കളെന്ന് സംശയം. രാത്രിയിൽ ഗേറ്റ് ചാടിക്കടന്ന് ജലാശയത്തിലേക്ക് പോകുന്ന യുവാക്കൾ 1 മണിക്കൂറിന് ശേഷം നനഞ്ഞ വസ്ത്രത്തോടെ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ടൂറിസം വകുപ്പിന്റെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് പോലീസിന് ലഭിച്ചു. പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഡാമിൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന 60,000 രൂപ വിലയുള്ള വഞ്ചി, 15 കിലോ വല, 1.5 ലക്ഷം രൂപ വിലയുള്ള ബോട്ട് എന്നിവയാണ് പ്രതികൾ നശിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് ഇൻചാർജ് സിന്ധു കുട്ടപ്പൻ, എക്സ് ഒഫീഷ്യ സെക്രട്ടറി AJ അനു, ഡയറക്ടർ MK ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ പരാതിയിലാണ് കേസ്. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ VG ജയസൂര്യ എന്നിവർ ഡാമിൽ സന്ദർശനം നടത്തി. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ രമണൻ 90 വർഷങ്ങൾ പ്രഭാഷണ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ ഡോക്ടർ നെടുപുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. വായിക്കാനും ജീവിക്കാനും പ്രേരിപ്പിക്കുന്ന രചനകൾ സംസ്കാരത്തിന്റെ അതിജീവന മന്ത്രങ്ങളാണെന്നും അത് വീണ്ടും വീണ്ടും പഠിക്കുമ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോഴുമാണ് നമ്മൾ നല്ലൊരു സമൂഹത്തിന്റെ ഭാഗമാവുകയുള്ളൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ SK വസന്തൻ, നോവലിസ്റ്റ് K രഘുനാഥൻ, ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, കരിമ്പുഴ രാധ, ഷാജു പുത്തൂർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. സംഗീത സംവിധായകനും ഗായകനുമായ മോഹൻ R കൃഷ്ണ രമണനെ ആസ്പദമാക്കിയുള്ള സംഗീത ശില്പം അവതരിപ്പിച്ചു. ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തൃശൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി PK പുഷ്പാകരൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KP സണ്ണി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ AM ജനാർദ്ദനൻ, K നന്ദകുമാർ, PA സാഹിദ്, PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഇക്കണ്ടവാര്യ റോഡിൽ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രിക മരിച്ച സംഭവത്തിൽ തെളിവ് നശിപ്പിക്കുന്നതിനായി മൂടിയ കുഴി തുറന്ന് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ റേഞ്ച് DAGക്ക് പരാതി നൽകി. നേർക്കാഴ്ച അസോസിയേഷൻ ഡയറക്ടർ PB സതീഷാണ് പരാതി നൽകിയത്. 12-നാണ് അപകടം നടന്നത്. എടത്തുരുത്തി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
കർക്കിടകം 1 മുതൽ 7 വരെ വൈകിട്ട് രാമായണ പാരായണവും ഔഷധക്കഞ്ഞി വിതരണവും നടക്കും. ജൂലൈ 18 രാവിലെ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഭഗത് സേവ, ആനയൂട്ടും ഓഗസ്റ്റ് 15 ഇല്ലംനിറയും ഉണ്ടായിരിക്കും. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ സന്തോഷ് മാരാത്ത്, സുജിത് പാറയിൽ, ശാലിഷ് കോമാത്ത്, സജീവ് കലാനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SN പുരം റൈഡേഴ്സും RMVHSS പെരിഞ്ഞനം NSS യൂണിറ്റും സംയുക്തമായി തൂഫാൻ ലഹരി വിരുദ്ധ സന്ദേശ റാലിയും ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. RMVHSS സ്കൂളിൽ നടന്ന മത്സരം കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി KK ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജയശ്രീ, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൾ നാസർ, NSS പ്രോഗ്രാം ഓഫീസർ ഐശ്വര്യ തുടങ്ങിയവർ സംസാരിച്ചു. വൺവേ ലംഘിച്ച് വാഹനങ്ങൾ കടന്നുവരുന്നത് മൂലം കുന്നംകുളം ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. തൃശൂർ പട്ടാമ്പി ഭാഗങ്ങളിൽ നിന്ന് ബസ്സുകളും കണ്ടെയ്നർ ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒരേ സമയം ജംഗ്ഷനിൽ എത്തുന്നതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നത്. വൺവേ നിയമ ലംഘനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ആവശ്യമായ സമയങ്ങളിൽ കൂടുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അയ്യന്തോൾ ആയുർവേദ ഗവൺമെന്റ് ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ മഴക്കാല പകർച്ചവ്യാധി ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ലാലൂർ ഡിവിഷൻ കൗൺസിലർ ലാലി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. എൽത്തുരുത്ത് ഡിവിഷൻ കൗൺസിലർ ഷാജു കുണ്ടോളി അധ്യക്ഷത വഹിച്ചു. ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KM ഷിനി, കാര്യാട്ടുകര ഡിവിഷൻ കൗൺസിലർ K സുമേഷ്, ഒളരി ഡിവിഷൻ കൗൺസിലർ സാജൻ C ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക മണ്ഡലം MLA ഗീതാ ഗോപിയുടെ പുതിയ ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി BS സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. CPM ചേർപ്പ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. PV സദാനന്ദൻ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് രോഗികൾക്കായി നൽകുന്ന വാക്കർ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ കൈമാറി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ്, അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,450, പവന് 1,07,600. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തെറ്റുതിരുത്തിയാൽ ആർക്കും പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. VD സതീശന്റെ അജണ്ടയാണ് വിഴിഞ്ഞത്ത് നടന്നതെന്നും ഗോവിന്ദൻ. തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സ് സമരത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് തൃശൂർ അതിരൂപത. പള്ളികളിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. നഴ്സുമാർ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്ന് മാർട്ടോണി നീലങ്കാവിൽ. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ 108ാം ജന്മദിനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. കേരളത്തിന്റെ വികസനത്തിന് കരുണാകരൻ നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുന്നതാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പഴകിയ ഇറച്ചി പിടികൂടി. ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പുഴുവരിച്ച നിലയിൽ 10 കിലോയോളം ഇറച്ചി പിടിച്ചെടുത്തു. പരാഗ്വേയെ തകർത്ത് ഫ്രാൻസ് ക്വാർട്ടറിൽ. പെനാൽറ്റി ഗോളാക്കി എംബാപ്പെ. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിന് എതിരാളികൾ മൊറോക്ക. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.